കണ്ണൂരിൽ വീണ്ടും പി ജയരാജൻ അനുകൂല ഫ്ലെക്സുകൾ വന്നിരിക്കുന്നു. പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്നാണ് ഫ്ലെക്സിലെ പരാമർശം. അഴീക്കോട് മണ്ഡലത്തിലാണ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നിഖിൽ വിവരങ്ങളുമായിട്ടുണ്ട്. നിഖിൽ, വീണ്ടും ഈ പറഞ്ഞ പോലെ പി അനുകൂല ഫ്ലെക്സുകൾ. തീർച്ചയായും കണ്ണൂരിലെ CPIM-നകത്ത് വലിയ രീതിയിൽ പി ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ എന്ന രീതിയിലുള്ള പ്രചാരണം സജീവമാകുന്ന കാഴ്ചയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ കാണുന്നത്. ഈ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ വലിയ വിമർശനം പാർട്ടി അണികൾ തന്നെ ഉന്നയിക്കുന്നതിന് സമാന്തരമായിട്ടാണ് ഇത്തരത്തിൽ പി ജയരാജനെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന ആവശ്യം ഉയരുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് അഴീക്കോട് മണ്ഡലത്തിൽ ഇത്തരത്തിൽ ബോർഡുകൾ പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ നേതൃമാറ്റം എന്ന ഒരു ആവശ്യം CPIM-ന്റെ അംഗങ്ങൾ തന്നെ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഇപ്പോൾ പി ജയരാജനെ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണം, അതല്ലാതെ ഈ പ്രതിസന്ധി മറികടക്കാൻ മറ്റൊരു വഴിയില്ല എന്ന രീതിയിലേക്ക് വളരെ സജീവമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്, വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രത്യക്ഷമായിട്ടുള്ള ആവശ്യങ്ങൾ തന്നെ പുറത്തേക്ക് വരുന്നുണ്ട് പാർട്ടി അണികളുടെ ഭാഗത്ത് നിന്ന്. അത് കൂടുതൽ തീവ്രമാകും വരും ദിവസങ്ങളിൽ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പി ജയരാജനെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കോ അല്ലെങ്കിൽ ഒരു ഉന്നത സ്ഥാനത്തേക്കോ, പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് തന്നെ കൊണ്ടുവന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധി മറികടക്കാനാവുക എന്നൊരു കാര്യമാണ് പാർട്ടി അണികൾ ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നത്. ഇതിനൊപ്പം തന്നെയാണ് MV ഗോവിന്ദനും KK രാഗേഷിനും എതിരെയൊക്കെയുള്ള വികാരം വളരെ ശക്തമായി നിൽക്കുക കൂടി ചെയ്യുന്നത്. അതായത് കണ്ണൂരിൽ പാർട്ടി കോട്ടകളിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നു എന്ന് സാരം. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയും ജില്ലാ സെക്രട്ടറിക്കെതിരെയും ഉൾപ്പെടെയുള്ള വിരുദ്ധ വികാരങ്ങൾ അവിടെ പ്രകടമാക്കുന്നു. ഒപ്പം PA തിരിച്ചു വിളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സുകൾ ഉയർന്നിരിക്കുന്നു. നമ്മുടെ